നാട്ടിലെ താരം ഇന്ന് എത്തിയിട്ടുള്ളത് കാര്യാട്ടുകരയിലാണ്. ഇവിടെ ഒരു കൊച്ചു മിൽക്കിയെ പരിചയപ്പെടാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ലക്ഷ്മിക്കുട്ടിയെ. ലക്ഷ്മിക്കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയസ്സിൽ, അതായത് 3-ാം വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വന്നിട്ടുള്ള ഒരാളാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50ഓളം പാട്ടുകൾ പാടും, ഭരതനാട്യത്തിലെ വിനിയോഗ ശ്ലോകങ്ങൾ ചൊല്ലും, ഒപ്പം ക്ലാസിക്കൽ ഡാൻസും ചെയ്യും, അതും ഈ 3-ാം വയസ്സിൽ. അപ്പം തീർച്ചയായിട്ടും നമ്മളും പരിചയപ്പെട്ടിരിക്കേണ്ടതല്ലേ ലക്ഷ്മിക്കുട്ടിയെ? അപ്പൊ ഇന്ന് നാട്ടിലെ താരത്തില് നമുക്ക് ലക്ഷ്മിക്കുട്ടിയുടെ വിശേഷങ്ങൾ കാണാം. കൃഷ്ണൻ കേളിയാടി യമുന തീരെ കാനനം തന്നിൽ നാട്ടിലെ താരത്തിൽ നമ്മൾ പറഞ്ഞു ഒരു കുഞ്ഞു താരത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ആ കുഞ്ഞു താരം ലക്ഷ്മി. ഈ ഒരു ലക്ഷ്മിയുടെ ഇത്രയും കഴിവുകൾക്കുള്ള ഒരു വളർച്ചയ്ക്ക് പിന്നിൽ ഈ 3 വയസ്സിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൽ പാരൻസിന്റെയും ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സുചിത്ര തന്നെയായിരിക്കും ലക്ഷ്മി ഇങ്ങനെ ഈ ചെറിയൊരു വയസ്സിൽ ഇത്രയും വലിയ നേട്ടം നേടാനുള്ള ആ ഒരു ബേസിക് ഒരു സ്റ്റാർട്ട് കൊടുത്തതൊക്കെ സുചിത്ര തന്നെയായിരിക്കും അല്ലേ? എന്താ തോന്നുന്നത്, നമ്മുടെ മോള് ഇതിന്റെ ഒരു ബേസ് ഉണ്ടായത് എപ്പോഴായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ ഒരു സ്റ്റാർട്ട്? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സുചിത്ര ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ വീട്ടിൽ ക്ലാസ്സസ് എടുക്കാറുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നില്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോയി. ഡെലിവറി കഴിഞ്ഞിട്ടും ക്ലാസ്സസ് എടുക്കുമ്പോൾ ഇവള് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. താളം പിടിക്കുക, കയ്യിലിങ്ങനെ പതുക്കെ താളങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് അവൾ കയ്യിൽ പിടിക്കാറുണ്ട്. അതേപോലെ തന്നെ മുദ്രകൾ കാണിക്കുമ്പോഴും ക്ലാസ്സൊക്കെ അവള് ചെറുപ്പത്തിൽ ഒരു 50 days ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ക്ലാസ്. അപ്പോൾ തന്നെ അവളത് ശല്യം ചെയ്യുക അങ്ങനെയൊന്നുമില്ല, ക്ലാസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അവൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വയസ്സ് ഒക്കെ ആവണതിന് മുന്നായിട്ട് പതുക്കെ അവൾ ചവിട്ടി തുടങ്ങി, പിന്നെ മുദ്രകൾ പറഞ്ഞു തുടങ്ങി. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവൾ നോട്ട് ചെയ്യും ഓരോ കാര്യങ്ങൾ, അത് തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഇപ്പം എന്നോടായാലും ചോദിക്കും. പിന്നെ വീട്ടിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവൾ കേൾക്കുമ്പോൾ അപ്പുറത്തെ റൂമിലിരുന്ന് ഇവളായിരിക്കും അതിൻ്റെ മറുപടികൾ പറയുക. ഇപ്പോൾ ഞാൻ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ ബാക്കി ശ്ലോകം അവളോട് ഇരുന്ന് ചൊല്ലുണ്ടാവും, അല്ലെങ്കിൽ ഐറ്റംസുകൾ പാടുമ്പോൾ അവൾ അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും, അതേപോലെ പാടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് മോളിത് ഒബ്സർവ് ചെയ്യേണ്ടത് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോ തൊട്ടേ നമുക്കറിയാലേ കൂടുതലും അവള് ഡാൻസിന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ ഫുൾ ടൈം ഇത് കേൾക്കണോണ്ടും കാണണോണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ ക്ലാസ്സുകളായാലും ആ സമയത്തായിരുന്നു കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ മാത്രമല്ലേ ക്ലാസ് എടുക്കുക. അപ്പൊ വീട്ടിലെടുക്കുമ്പോൾ അവള് അങ്ങനെ ഒരു വാച്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പറയണത് കണ്ടപ്പോൾ നമുക്ക് ആദ്യം അത്ഭുതം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇങ്ങനെയാണെന്ന്. പിന്നെ നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴാണ് എല്ലാവരും അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ഇതിലെന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഫാമിലിക്കായാലും ഭയങ്കര ഇവളിങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര, ഞാൻ ചെയ്യണേക്കാട്ടിയും ഇൻട്രസ്റ്റ് ആണ് ഇവള് ചെയ്യണ കാണുമ്പോൾ. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോണ സമയത്തൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് എൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ അമ്മൂമ്മ ഏത് നേരവും പാട്ടാണ്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും, പാട്ടുകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവളത് ഭയങ്കര കൗതുകത്തോടു കൂടി വാച്ച് ചെയ്തിട്ട് അത് പറയണത് കേൾക്കാം. അപ്പോൾ ആ പാട്ടുകളൊക്കെ പെട്ടെന്ന് ഇവള് ക്യാച്ച് ചെയ്ത് അങ്ങനെ കുറേ നല്ല നല്ല മലയാള പാട്ടുകൾ, പല പാട്ടുകളും നമുക്ക് അറിയില്ല. എന്നിട്ട് ഇവള് ചോദിക്കുമ്പോൾ ഞാൻ എന്നിട്ട് യൂട്യൂബിൽ ഇരുന്നിട്ട് നോക്കും ഇത് ഏതാ വരികൾ, പറഞ്ഞു കൊടുക്കാൻ അറിയണില്ല പണ്ടത്തെ പാട്ടുകളായിട്ട്. അപ്പോൾ അങ്ങനെ അവള് പിന്നെ അത് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഓരോന്നോരോന്ന് പഠിച്ച് പാടി കേൾക്കുക.
അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ഇതെല്ലാവരും ഭയങ്കര ഇപ്പോൾ സാറുമാരെ അതിലൊക്കെ കാണുമ്പോൾ നന്നായി പാടുണ്ടല്ലോ, അങ്ങനെ കണ്ടപ്പോഴാണ് നമ്മളൊന്ന് അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിച്ചത്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നത് നമുക്ക് ഈ പാട്ടുകൾ പാടുന്നതിന്റെ ഒരു ഇതിലാണ്. ഇപ്പൊ ഇവള് പാടി തുടങ്ങിയപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ ഒരു 70-80ഓളം പാട്ടുകൾ ഇവൾക്ക് അറിയാം. ഒരു 1.5 വയസ്സിൽ തന്നെ അവളിങ്ങനെ എല്ലാ ഉച്ചാരണമൊക്കെ കറക്റ്റായിട്ട് അവള് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മളും ഭയങ്കര ആദ്യം ഇതെന്താ ഇങ്ങനെ ഒരു കൗതുകം ഫീൽ ചെയ്തു. ഇവളിങ്ങനെ ചെയ്യണ്ടല്ലോ, ഇൻട്രസ്റ്റ് കാണിക്കണ്ടല്ലോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തപ്പോൾ ഇത്രയും 80ഓളം പാട്ടുകൾ അറിയാം. നമ്മൾ അതുവരെ ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ കാണുന്നു, നമ്മൾ എൻജോയ് ചെയ്യണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുദ്രകൾ പറയണു, ശ്ലോകങ്ങൾ ചൊല്ലണത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവൾ അപ്പുറത്തെ റൂമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുട്ടികൾ പറയണേക്കാട്ടിയും ഫാസ്റ്റിൽ അവിടുന്ന് അവള് അതിന്റെ മറുപടി അവള് പറയുണ്ടാവും. അപ്പോഴാണ് നമ്മളിതിൽ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഫിലിം സോങ് അപ്ലൈ ചെയ്തത്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് കിട്ടിയത് 50ഓളം സിനിമാ പാട്ടുകൾ പാടി, അതുപോലെ ശ്ലോകങ്ങൾ, ഡാൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതും വെറും 3 വയസ്സിൽ എന്നുള്ള ഒരു ടൈറ്റിലാണ് നമുക്ക് റെക്കോർഡ് കിട്ടിയത് അല്ലേ? അപ്പോൾ 3 വയസ്സിൽ അപ്ലൈ ചെയ്തു. നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള തോന്നലൊക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു? മോളെ വെച്ചിട്ട് ഒരു കൃഷ്ണന്റെ ഒരു യശോദയും കൃഷ്ണനായിട്ടൊരു ഡാൻസ് ചെയ്തിരുന്നു. അപ്പം അതും അവള് ഓരോ സ്റ്റെപ്പുകൾ അത് പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല, അവളങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ കളിക്കുകയാണ്. ഇപ്പം നമ്മൾ പ്രാക്ടീസിന് വിളിച്ചാലും ഇവള് നിന്ന് തരില്ല, പക്ഷെ ക്ലാസ് എടുക്കുന്നത് കാണുന്നതാണ് ഇവള് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ കയറുന്ന സമയത്ത് കറക്റ്റ് ഒരു പ്രാക്ടീസിലൊന്നും അല്ല സ്റ്റേജിൽ കയറുന്നത് അല്ലേ? നമുക്ക് കാണിച്ചു തരും. അതായത് നമ്മളിപ്പോൾ ഇവൾക്ക് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഐറ്റൊക്കെ ഇവള് സെൽഫായിട്ട് കളിച്ചതാണ്. ഒരു ചെറിയൊരു ശിവന്റെ ഐറ്റം ഇവള് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക് പാലക്കാട്. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികൾ ഈ ഒരു ശിവന്റെ ഒരു ബോഷംബോ സോങ് കളിക്കുന്നത് ഇവള് കണ്ടു. അപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ ശിവരാത്രിയായി, ആ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കളിക്കണം, ശിവനായിട്ട് കളിക്കണം, അമ്മ പാർവതി ആവണ്ട, ഞാൻ ഒറ്റയ്ക്ക് ശിവനായി കളിച്ചോളാം. കാരണം മുന്നത്തെ പെർഫോമൻസ് ഞാൻ ഇവളും കൂടിയിട്ടാണ് കളിച്ചത്, ഞാൻ യശോദയായി ഇവള് കൃഷ്ണനായിട്ടാണ് കളിച്ചത്. അപ്പോൾ ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ കളിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം എന്ന് ഭയങ്കര ഇവളിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ തമാശയായിട്ടാണ് എടുത്തോളൂ, പക്ഷെ ഇതന്നെ അവൾ പലപ്പോഴായിട്ട് ചെയ്യണം, കളിക്കണം, ശിവനായിട്ട് കളിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, അവൾ പറയല്ലേ. പിന്നെ ഫാമിലിയോടും ഫ്രണ്ട്, പിന്നെ എനിക്കും അപ്പോഴും ഒരു കോൺഫിഡൻ്റ് ഇല്ലേ, നമ്മൾ സ്റ്റേജിൽ ബാക്കി കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ ഇവള് വെറുതെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചമ്മലാവില്ലേ, നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ഇവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഫോൾട്ട് വന്നാൽ നമുക്കത് ശരിയാവില്ലല്ലോ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു അവൾ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയണതല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവൾ നിൽക്കുകയാണെങ്കിൽ തന്നെ അത് ക്യൂട്ടല്ലേ, എങ്ങാനും അവൾ നിൽക്കുകയാണെങ്കിൽ എന്നോട് കയറി കളിച്ചാൽ മതി എന്നൊക്കെ അവർക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവള് ഒന്ന് ഞാൻ പാട്ട് വെച്ച് നോക്കിയപ്പോൾ ഇവള് കളിക്കുന്നുണ്ട്. ഇതിന്റെ തുടക്കമൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കൊന്നും വന്നിട്ടില്ല. അവള് സെൽഫായിട്ട് ആ പാട്ട് കേട്ടപ്പോൾ അതിൽ കറക്റ്റ് മുദ്രകളൊക്കെ വെച്ചിട്ട് ഇവള് കളിക്കണു. അന്ന് ആ സ്റ്റേജിൽ കണ്ടതുള്ളൂ, ഈ സോങ് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് അപ്പോൾ ശരിക്കും അത്ഭുതമായി, എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു നമ്മൾ പഠിപ്പിക്കുന്ന സോങ്സ് അവൾ കളിക്കണം കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും സെൽഫായിട്ട് ഇങ്ങനെ കളിക്കണം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ പ്രോഗ്രാമിന് വേണ്ടി കളിക്കണം എന്ന് മനസ്സിലായപ്പോൾ ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു, കറക്റ്റ് ചെയ്ത് കൊടുത്തു. അല്ലാതെ ബാക്കി ഫുള്ള് ആ ഒരു പാട്ട് ഫുൾ സെറ്റാക്കിയത് ഇവള് തന്നെ കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്, കാരണം ഞാൻ ടീച്ചറായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നതാണ്. അപ്പം എൻ്റെ മോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ കളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനവും സന്തോഷം ഒക്കെ തരുന്നൊരു കാര്യമല്ലേ. അപ്പൊ നമ്മള് ലക്ഷ്മിയുടെ കുറെ വിശേഷങ്ങൾ അമ്മയുടെ വാക്കുകളിലൂടെ കേട്ടു. ഇനി നമുക്ക് ലക്ഷ്മിയുടെ ഒരു എന്തൊക്കെയാ അവള് ചെയ്യുന്നതെന്ന് കാണാം. ലക്ഷ്മി കുട്ടി കാണിച്ചു തരുമോ ഞങ്ങക്ക്? എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് പാട്ടിലൂടെ തന്നെ പോവാം അല്ലെ? അതൊരു പാട്ട് പാടിയാലോ? ഏത് പാട്ടാ പാടുക? കുറെ പാട്ടറിയാലോ, അതിലൊരു പാട്ട് പാടി തരുമോ? പാടിക്കോളൂ. ഒന്നാം തരം ഒരു നല്ല തരം ഓടി 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 വന്നൊരു മുത്തം തമ്മാട്ടി മുത്തം തമ്മാട്ടി. നമ്മുടെ ലക്ഷ്മിക്കുട്ടി നല്ല പാട്ടൊക്കെ പാടി തന്നല്ലോ. ഇനി ഞങ്ങക്ക് വേറൊരു പാട്ടും കൂടെ പാടിത്തരോ?
ഈ പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഒരു പാട്ടും കൂടെ. കണി കാണും നേരം കമലാനേ തൻ്റെ നിറമേറും മഞ്ഞ തുകി ചാർത്തി കനകി വളകൾമോദിയ അണിഞ്ഞു കാണേണം ഭഗവാനേ. നല്ല രസമായല്ലോ. ഇനി ഏത് പാട്ടാ പാടണ്ടേ? തേടി വരും കണ്ണുകളോടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരുളിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂകൾ തുകിലുണർത്തും സ്വാമി വെള്ളിമണി സീകോ വാണരും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. നാട്യാരംഭേ വാരിവാഹേ വനേ വസ്തുനിഷേധനേ തുദസ്ഥലേ നിഷായാം ച മദ്യാം അമരമണ്ഡലേ തുരംഗേ ഖണ്ഡനേ വായോ ശയനേ ഗമനോദ്യമേ പ്രതാപേ ച പ്രസാദേ ച ചന്ദ്രികായാം ഗണാത്തപേ കവാടപാടനേ തസ്തധിപത്യതേ തരംഗകേ വീതി പ്രവേശവാബേബി പൊമത്വേച്ഛ അംഗരാഗകേ ആൻപാത്തേ ശബദേ ചാവി തൂഷ്ണഭാവന രക്ഷണേ ആൽപാത്തേ ശബദേ ചാവി തൂഷ്ണഭാവന രക്ഷണേ താളപത്തേ കേരേച്ഛ പ്രവ്യസനേതദ ആശീർവാദകിയായാം ച ദിവസ്തേത്യധാരണേ മാസി തത്തേതി വചനേ സിന്ധോചാസുഖദൃക്രമേ സംബോധനേ പുരോഗേബി ഗർഗരൂപസ്യ ധാരണേ മാസേ സംവത്സരേ വർഷദിനേ സമാർച്ചനേതവ ഏവം തേ ചോച്യതേ പദാസ്തഭാഹ മകുടേ വിഷഭാബേബി വജ്രേ തദരവാസവേ കേദഗീ കുസുമേ ദീപേ വൃഷ്ണിജാലഭി സംബണേ കബോധേ പർത്തലേകായ ബാണാർത്ഥേ പരിവർത്തനേ യുജ്യത്യർത്ഥപദാഗോയ ത്രിപദാഗോയ കരിദോപരദോത്തമയി. ലക്ഷ്മി ഇപ്പോ ശ്ലോകം ചൊല്ലില്ലോ. ഈ ശ്ലോകം അതെന്താണ് സംഭവം? ഇത് ഭരതനാട്യത്തിലെ വിനിയോഗ ശ്ലോകങ്ങളാണ്. അത് ഭരതനാട്യത്തില് ഈ മുദ്രകൾ പതാക ത്രിപതാക ഈ മുദ്രകളൊക്കെ എന്തിനാണ് ഡാൻസിൽ യൂസ് ചെയ്യണേ എന്നതാണ് ഈ വിനിയോഗ ശ്ലോകങ്ങൾ. അപ്പോൾ അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവളത് ശ്രദ്ധിക്കും. ഇപ്പോൾ ഞാൻ നാട്യാരംഭയെന്ന് ക്ലാസ്സിൽ പറയുമ്പോഴേക്കും ഇവള് ബാക്കി അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഇവൾ അപ്പുറത്തെ റൂമിലിരുന്ന് ഇവളായിരിക്കും അതിൻ്റെ ആൻസേഴ്സ് പറയുന്നുണ്ടാവുക. ഇപ്പോൾ ഓരോന്നിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് എന്നിട്ട് ചോദിക്കും ഇതെന്താ, ഇതെങ്ങനെ കാണിക്കുക, ഇതെന്തിനാ ഉപയോഗിക്കുന്നത്, അങ്ങനെ. ഇതിങ്ങനെ എത്ര ശ്ലോകമാണ്? നമ്മൾ റെക്കോർഡിനായിട്ട് 3 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. അപ്പോ ഇത് പഠിക്കാനായിട്ട് എത്ര സമയം എടുത്തു? നമുക്കത് അറിയില്ലല്ലോ, ചെറുപ്പം തൊട്ടേ. അവളെ പഠിപ്പിച്ചതല്ല, അവളെ ഒന്നും അവളെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമുക്ക് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ പാട്ടുകളായാലും അമ്മൂമ്മ പാടുന്ന കേട്ട് അമ്മൂമ്മ പറഞ്ഞു കൊടുത്ത് കേട്ട് അവൾ അങ്ങനെ പഠിച്ചതാണ്. ഇപ്പൊ ഡാൻസ് ആയാലും അവളിങ്ങനെ കണ്ട് ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. അല്ലാതെ അവളെ ഡയറക്റ്റ് ആയിട്ട് നമ്മള് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ലക്ഷ്മിക്കുട്ടിയുടെ കുറെ പാട്ടുകൾ നമ്മൾ കേട്ടു. ഇങ്ങനെ കുറെ പാട്ട് പാടിയിട്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്മിക്ക് ഈ സിനിമാ പാട്ടുകളും അതിന്റെ കുറെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് മുത്തശ്ശിയാണെന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ പേരെന്താ? ലക്ഷ്മി. മുത്തശ്ശിയുടെ പേര് ലക്ഷ്മി. സർപ്രൈസ് ആയല്ലോ.
2 ലക്ഷ്മിമാരാണ്. അതാണോ നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു കണക്ഷൻ? മുത്തശ്ശി എങ്ങനെയാ പാട്ടൊക്കെ പാടാറുണ്ടോ പണ്ട് തൊട്ടേ? പാട്ട് ഇഷ്ടമാണല്ലേ? പാടാറുണ്ട്. ആ, അപ്പൊ നമ്മളിങ്ങനെ ലക്ഷ്മി, കുട്ടി ലക്ഷ്മിനെ നോക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പാടി കൊടുക്കാറുണ്ടോ ചെറുപ്പം തൊട്ടേ? പാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ മുത്തശ്ശിക്ക് തോന്നിയിട്ടുണ്ടോ അവൾക്ക് ഇങ്ങനെ പാട്ടിനോട് ഒരു ഇഷ്ടം ഉണ്ടെന്ന്? മനസ്സിലായി. ഉണ്ട്. ഒക്കെ നമ്മൾ പാടി കൊടുക്കുമ്പോ ഒപ്പം പാടാറുണ്ടല്ലേ? പാടാറുണ്ട്. അങ്ങനെ ഇപ്പൊ പാടിക്കൊണ്ട് എല്ലാം നല്ല ഓർമ്മയും പാടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റോ കേൾക്കാനും ഓർമ്മശക്തിയും പാടും ചെയ്യും. ഒപ്പം നമ്മൾ തുടങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പാടും. അങ്ങനെ വെറുതെ വിള വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പാടും. അപ്പോൾ ഒപ്പം പാടണം. അപ്പോൾ ഇൻട്രസ്റ്റായി. അപ്പോൾ പിന്നെ അങ്ങനെ പാടി പിന്നെ കൂടുതലായി. അങ്ങനെ പാടി. എങ്ങനത്തെ പാട്ടുകളാ കൂടുതൽ പാടി? പഴയ പാട്ട്, സിനിമാ പാട്ടുകളും പഴയ പാട്ടുകളൊക്കെ അല്ലേ? ഭക്തിഗാനം നാമം ചെല്ലുമ്പോഴും വന്നിരിക്കും. അപ്പോൾ അതൊക്കെ കഥ പറയും, പുരാണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു തുടങ്ങി. പഠിപ്പിച്ചു കൊടുക്കുമ്പോ വേഗം തന്നെ അത് മനസ്സിലായി എനിക്ക്. അഞ്ജന കണ്ണെഴുതി ആലില താലി ചാത്തി അരപ്പുരവാതിലിഞ്ഞ കാത്തിരുന്നു മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കൂറ്റി ചാന്തും തൊട്ട് ഞാനിരുന്നു കന്നിവായൽ വരമ്പത്ത് കാലച്ച കേട്ട നേരം കന്നിവായൽ വരമ്പത്ത് കാലച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തിവെച്ചു. ഇതാണ് ലച്ചുവിന്റെ ഫാമിലി. ഒരുപാട് പേരുണ്ട്, നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. പേരെന്താ? വരദ. എന്താ ലച്ചുവിന്റെ ആരാ? ചെറിയമ്മയാണ്. അപ്പൊ ലച്ചു ഇങ്ങനെ ആദ്യം മുതലേ പാട്ടുകളൊക്കെ പാടി നടക്കുന്ന കാണുമ്പോ എന്താ തോന്നാറ്? നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇപ്പത്തെ കുട്ടികളൊക്കെ ഒരു വിധം ഇങ്ങനെ ഇച്ചിരി ആക്റ്റീവ് ആണല്ലോ. അപ്പൊ ഇവളെ നമ്മള് നേരിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ കാണുമ്പോ ഒരു സന്തോഷം, നമുക്ക് അവളെ ഒരു അഭിമാനമാണ്. മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫോണൊന്നും കൊടുക്കില്ലേ അവൾക്ക്. അപ്പോൾ അതിങ്ങനെ പാട്ടൊക്കെ ആയാലും വെച്ച് അങ്ങനെ കൊടുക്കാറ്. ഫോൺ ഇങ്ങനെ മാറ്റി വെക്കും. അപ്പൊ അത് കേട്ട് ആൾക്ക് പാട്ടിലായാലും ഡാൻസ്, പിന്നെ ചേച്ചി ടീച്ചർ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു കഴിവൊക്കെ ആൾക്ക് കിട്ടി. പിന്നെ അമ്മൂമ്മയും ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് അങ്ങനെ ഒരു ഇത് അവൾക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ ഞങ്ങൾ അമ്മൂമ്മോട് പറയും ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ പഠിപ്പിച്ചു തരായിരുന്നില്ലേ എന്ന്. ഇത് പണ്ടേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരായിരുന്നില്ലേ? അങ്ങനെ നമ്മള് വീട്ടില് പേരെന്താ? കണ്ണൻ മാമനാണ്. ഇങ്ങനെ വീട്ടില് നിങ്ങൾ എപ്പോഴും കൂടുന്ന സമയത്ത് അവളോട് എപ്പോഴും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ പറയാറുണ്ടോ? എന്താ മാമന് തോന്നണേ നമ്മുടെ കുട്ടി ഇങ്ങനെ വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ 3 വയസ്സിൽ തന്നെ റെക്കോർഡൊക്കെ കിട്ടിയെന്ന് പറയുമ്പോ? ഒരു അഭിമാനം. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ടാലന്റായ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ തന്നെ വലിയൊരു കാര്യമാണ്. അതിന് അഭിമാനം കൊള്ളുന്ന മാമൻ നല്ല. അതെ. പേരെന്താ? സിന്ധു. ലച്ചുന്റെ അമ്മൂമ്മയാണ്. നമ്മള് വീട്ടിൽ നമ്മൾ ഇന്നും കാണുന്നുണ്ട് ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഒരു റെക്കോർഡിലുള്ള അല്ലെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്നും ലച്ചുവിനെ വ്യത്യസ്തയാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തോന്നിയിരുന്നു. നമ്മൾ എന്നും കാണുന്ന കാര്യമാണല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ 8 മാസമൊക്കെ ഉള്ളപ്പോ മറ്റേ ആപ്പിള്, മുന്തിരി, ഓറഞ്ച് അതിൻ്റെയൊക്കെ പിക്ചറുകൾ ഇട്ടിട്ട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് എടുത്തുകൊണ്ട് തരും. അങ്ങനെയൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ മോളോട് പറയുമ്പോൾ മോള് പറയും അതെല്ലാ കുട്ടികളും ചെയ്യണത് തന്നെയാണ്. അപ്പൊ ഞാൻ അല്ല, എന്തോ ഉൾക്കെന്തോ ഒരു പ്രത്യേകത ഉണ്ട്, നീ അത് ശ്രദ്ധിക്കേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നെയാണ് ഈ ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴാണ് അവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പാട്ടാണ് ഞാൻ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നെ കൊണ്ട്. ഞാൻ പാട്ടൊന്നും അറിയില്ല, എന്നാലും ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ പാട്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. എപ്പോഴും ഇങ്ങനെ ഞാൻ പാടിക്കൊണ്ട് എടുക്കും പണിയെടുക്കുമ്പോഴൊക്കെ. അപ്പൊ അങ്ങനെ. അപ്പൊ നമ്മളിപ്പോ കണ്ടത് കൂടാതെ ഇനിയും പല കഴിവുകളും ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ ഫ്രൂട്ട്സ്, ആപ്പിൾ, ഓറഞ്ച് ഒക്കെ തപ്പിയെടുത്ത് കൊണ്ടുവരാനൊക്കെ 8 മാസമൊക്കെ ഉള്ളപ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മറ്റേ പൗച്ച് ഇങ്ങനെ കളിക്കില്ലേ, അതൊക്കെ ചെയ്യാറുണ്ട്. പസിൽസ് അത് പെട്ടെന്ന് ചെയ്യും. അതെല്ലാ പിക്ചറുകളും കൂടി ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് കാട്, സിംഹം, ആട് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ കറക്റ്റായിട്ട് വെച്ച് തരാറുണ്ട്. പ്രത്യേകത ഉണ്ടെന്ന്. അപ്പൊ എൻ്റെ അമ്മ പറയും ഇത്രയും കുട്ടികളെ ഞാൻ മക്കളെ വളർത്തിയിട്ട് അവൾക്കാണ് എന്തോ പ്രത്യേക ഒരു കഴിവുണ്ട് എന്ന് എൻ്റെ അമ്മയാണ് മനസ്സിലാക്കിയത്. അമ്മ എപ്പോഴും പറയുന്നത്. അപ്പൊ എൻ്റെ അമ്മ അപ്പൊ അതില് ഭയങ്കര അമ്മമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും എല്ലാം. എൻ്റെ മോളായാലും ഡാൻസ് ടീച്ചറാണ്.
അപ്പോൾ അവളായാലും നല്ല ആക്റ്റീവാണ്. അതിനേക്കാൾ ആക്റ്റീവായിട്ട് എൻ്റെ കൊച്ചുമോള് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടി. അതിലൊക്കെ വളരെ അഭിമാനവും സന്തോഷമുണ്ട്. പിന്നെ ലക്ഷ്മി മുത്തശ്ശിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാട്ടൊക്കെ പാടി. അതെ അല്ല പറഞ്ഞു, ഇവള് പറഞ്ഞു എല്ലാ കുട്ടികളെക്കാട്ടിലും ഒരു പ്രത്യേക ഒരു കഴിവ് ആ കുട്ടിക്ക് മനസ്സിലാക്കി. നമുക്ക് മുൻപേ അത് തോന്നി അല്ലേ, നമ്മള് ചെറുപ്പത്തിലെ തന്നെ. നമുക്ക് അങ്ങനെ ഒരു ഇത് പറഞ്ഞു കൊടുക്കാനും പിടിക്കാനൊക്കെ നല്ലൊരു ഇത് പ്രത്യേകതയും ഒരു വാത്സല്യം ഒക്കെ ആ കുട്ടിയുടെ നേരെ ഭയങ്കരമായിട്ട് എല്ലാ കുട്ടികളെയും മക്കളെക്കാട്ടിലും കൂടുതൽ എനിക്ക് എന്തോ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് മനസ്സിലായി. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൊച്ചുമക്കളെ വളർത്തി കണ്ടിട്ടുള്ള ഒരാളാണ്. എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. എല്ലാവരോടും ഞാൻ പറയാറുമുണ്ട്, നമ്മൾ പറഞ്ഞതൊക്കെ പറയും, നമ്മൾ പാടി എന്ത് കൂട്ടോ ആ കുട്ടി എന്തായാലും ശരി, കണ്ണിത്തിരി കാഴ്ച കുറവ്. അപ്പോൾ അവള് കാണാത്ത മുത്തശ്ശി എനിക്ക് കണ്ണ് കാണും, എനിക്ക് ഞാൻ എടുത്തു തരാം, മുത്തശ്ശിക്ക് നോക്കണ്ട ഞാൻ എടുത്തു തരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവള് ചെയ്തു തരും. അപ്പോൾ എന്താണെന്ന് അറിയില്ല, പ്രത്യേക ഒരു ദൈവ ചൈതന്യമുള്ള മാതിരി ആ കുട്ടിക്ക്. അത്രയും മുത്തശ്ശിക്ക് അത് പറയുമ്പോ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട്. മേഡം നമ്മൾ ഓൾറെഡി സംസാരിച്ചത് അച്ഛനിലേക്കാണ് ഇനി വരുന്നത്. അച്ഛൻ ദുബായിലാണ് അല്ലേ? പേരെന്താ? അമുഖദേവൻ. അമുഖദേവൻ, പേരിൽ തന്നെ വെറൈറ്റി ആണ്. അപ്പൊ നമ്മള് മോള് ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 വയസ്സിൽ ഉള്ള സമയത്ത് പോയതാണ്. 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ പോയതാണ്. പിന്നെ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ ഫോണിലൂടെ കേൾക്കും. പിന്നെ വീഡിയോ കോളിൽ പറയുമ്പോഴും അത്ര കാര്യമായിട്ട് ആളെ ആക്റ്റീവ് ആവാറില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടി ആക്റ്റീവ് ആയത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ. ഇത് കൂട്ടി എല്ലാ കുട്ടികളെയും പോലെ തന്നെ ആയിരിക്കും എന്നുള്ള തോന്നലായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോഴൊക്കെ ഞെട്ടിപ്പോവാണ് ഓരോ കാര്യങ്ങൾ. ശരിക്കും മുത്തശ്ശിയുടെ പോലെയാണ് ഓരോ സംസാരങ്ങളും വരുന്നതും, പാട്ടുപാടയിലും ഡാൻസ് ആയാലും ഫുൾ ടൈം. അമ്മ അപ്പുറത്തുനിന്ന് ക്ലാസ് എടുക്കുമ്പോൾ മോള് ഇപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ടാവും. ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും കയ്യിൽ സ്റ്റെപ്പുകളാണ്. വളരെ ആക്റ്റീവാണ്. അത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ നമ്മള് റെക്കോർഡിനായിട്ട് അവിടെ ചെയ്യാൻ പോവാണ്, അതിന്റെ പ്രൊസീജിയർ ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അതൊന്നും എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. അതൊന്നും കാരണം നേരിട്ട് കാണുന്നില്ലല്ലോ, ഞാൻ അവിടെയായിരുന്നു. അതൊക്കെ ഞെട്ടിച്ചു. സന്തോഷം, വളരെ സന്തോഷം. ഇപ്പൊ മോള് ഇതൊക്കെ നമ്മള് പാടാൻ പറയുമ്പോ പാടുന്നു, ഡാൻസ് ചെയ്യാൻ പറയുമ്പോ ചെയ്യുന്നു. പക്ഷെ സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ നേരത്തെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേജിലൊക്കെ ഇടയ്ക്ക് വെച്ച് കളിക്കാതാവും, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ഡാൻസിനൊക്കെ പോയ സമയത്ത് ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ട്, വളരെ കുഞ്ഞല്ലേ. പക്ഷെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു പാഷൻ ഉണ്ട്. നമ്മള് പറഞ്ഞാലൊന്നും ആള് കളിക്കില്ല. ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പക്ഷെ ആള് ഫുൾ ടൈം കളിയാണ്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കളി കളിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഡാൻസിന്റെ സ്റ്റെപ്പുകളായിരിക്കും. അങ്ങനെ അത് ഇപ്പോൾ റിഹേഴ്സൽ പ്രാക്ടീസ് ഒന്നും നടക്കില്ല. മ്യൂസിക്കൊക്കെ ആയിട്ട് ഓർക്കസ്ട്രൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആൾക്ക് ഇന്ന് കളിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ കളിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് പിടിക്കേണ്ടത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കളിക്കും. അതുവരെ പ്രാക്ടീസ് ഇല്ലാതാണ് ഇത് കളിക്കുന്നത്. അതാണ് ഞെട്ടുന്ന കാര്യം. അങ്ങനെ ഇപ്പോ അച്ഛൻ എന്നുള്ള രീതിയിൽ പുതിയ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര വീക്കാണ്. അതൊക്കെ വൈഫിന്റെയും മുത്തശ്ശിയുടെ ഒക്കെ ക്രെഡിറ്റ് ആണ്. അച്ഛമ്മയുടെ പേരെന്താ? ചിന്താർമണി. ആഹാ, നല്ല പേരാണല്ലോ. വെറൈറ്റി പേര്. അതെ, എല്ലാരും ഇവിടെ ഈ ഒരു സൈഡിലെല്ലാം വെറൈറ്റി പേരുകളാണല്ലേ. നമ്മള് മോളിങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പോകുമ്പോ അച്ഛമ്മയ്ക്ക് എന്താ തോന്നണേ? ഇങ്ങനെ അവാർഡൊക്കെ കൊണ്ടുവരികയാണ് 3 വയസ്സിൽ. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. അംഗൻവാടിയിൽ പാട്ട് പാടിക്കണേലും എക്സ്പെർട്ടായിട്ട് പഴയ പാട്ടുകൾ, അത് നമ്മൾ കേട്ടില്ല. മക്കള് മുത്തശ്ശി പറഞ്ഞു കൊടുത്തത് കേൾക്കുമ്പോ ഭയങ്കര അതിശയം. നമ്മള് കേൾക്കാത്ത പല പാട്ടുകളും മോളിങ്ങനെ ഇരുന്ന് പാടുകയാണ്. എന്നിട്ട് എന്നോട് സംശയം ചോദിക്കും, എനിക്ക് കിട്ടണില്ല, വരികളൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അവള് പിന്നെ ഓർത്തെടുത്ത് എനിക്ക് പറഞ്ഞു, ഇങ്ങനെയാണ് അച്ഛമ്മേ. അവ ഓക്കെ എന്ന് പറഞ്ഞു. ഡാൻസ് ആയില്ല അതുപോലെ കാണിച്ചു കൊടുത്താലും ഒക്കെ ഇന്ന് പഠിച്ചത് ഏതാന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്താൽ അപ്പൊ അവള് കാണിച്ചു തരും. ഭയങ്കര ഇൻട്രസ്റ്റാ. അംഗൻവാടി ഡാൻസ് പാട്ടൊന്നല്ല, ഒക്കെ ഒരു സ്റ്റെപ്പ് മുകളിലുള്ള പാട്ടും ഡാൻസ് ഒക്കെയാണ് അല്ലേ? അംഗൻവാടിയില് വിടുണ്ടോ മോളെ? അംഗൻവാടിയിൽ പറഞ്ഞു വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പാട്ടും ഡാൻസിന്റെ ഇതൊക്കെ കണ്ടത് കുറച്ച് തിരക്ക് കുറവാ. കുറച്ച് ബിസിയാണല്ലോ, സ്റ്റാർ ആണല്ലോ. ഇനി വിടണമെന്ന് പറയുന്നത് ഡാൻസിൽ കുറച്ച് ഇനി അക്ഷരങ്ങൾ പഠിക്കണല്ലോ. അപ്പൊ അത് പറഞ്ഞോണ്ടിരിക്കുന്നു. അക്ഷരം ഇപ്പൊ കാണിച്ചു കൊടുത്താലും വരയ്ക്കുന്നുണ്ട്. വരയ്ക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു അപ്പൊ കേച്ച് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എല്ലാം കേച്ച് ചെയ്തു പഠിക്കാണ്. സന്തോഷം, വളരെ സന്തോഷം. അതെ. അച്ഛന്റെ പേരെന്താ? അനിരുദ്ധൻ. നമ്മുടെ ലക്ഷ്മിയുടെ അച്ഛൻ. നമ്മൾ ലക്ഷ്മി കുട്ടിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അവള് പാട്ടും ഡാൻസൊക്കെ കാണിക്കാറുണ്ടോ വീട്ടിലിരിക്കുമ്പോ? ഇഷ്ടാണോ കാണാനൊക്കെ? അച്ഛൻ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? പഴയ പാട്ടൊക്കെ? ഇല്ല. അവളുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഇഷ്ടാണോ പാട്ടും ഡാൻസൊക്കെ? ഡാൻസ് ഒക്കെ കളിച്ച് സമ്മാനമൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, കുറെ സമ്മാനങ്ങളൊക്കെ. സന്തോഷാണല്ലേ നമുക്ക്? അതെ. പേരെന്താ? ലക്ഷ്മിക്കുട്ടീനെ നമുക്കറിയാം. പേര് അരുണാചലം. ആഹാ,
ഈ ഫാമിലിയിലായിരിക്കും, അച്ഛന്റെ ഫാമിലി ആയിരിക്കും. പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലായി. അച്ഛന്റെ അനിയൻ, ലച്ചന്റെ പാപ്പനാണ്. പാപ്പൻ. ഓക്കെ. എന്താ നമ്മള് ഇങ്ങനെ കുട്ടി ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ വലിയ വലിയ നേട്ടങ്ങൾ നേടുന്നു. അപ്പൊ അത് നമ്മളിങ്ങനെ കാണുന്നു. തോന്നിയിരുന്നു അവൾക്ക് ഇങ്ങനെ മറ്റു കുട്ടികളിൽ നിന്നും കുറച്ച് ടാലന്റ് കൂടുതലായിട്ടുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? അതെ, അമ്മയുടെ മോളായതുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഉറപ്പായിരുന്നു. അതിൽ അതിശയം ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും വളരെ സന്തോഷമാണ്. അവളുടെ എല്ലാ കാര്യങ്ങളും ഇനിയും കൂടെ ഉണ്ടാവും. നമ്മൾ അവളുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാണല്ലേ. പേര് ബെറ്റ്സി, ലച്ചുവിന്റെ മേമയാണ്. നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ ലച്ചുവിനെ കാണുന്നുണ്ട്, പാട്ട് പാടി നടക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ തോന്നിയിരുന്നു മറ്റു കുട്ടികളെക്കാൾ കുറച്ച്? അത് ശരിക്കും പറയുകയാണെങ്കിൽ നോർമൽ കാര്യങ്ങൾ കുട്ടികൾ പറയണത് ലച്ചുവിന്റെ ഭാഷയിൽ അതൊക്കെ ഡാൻസാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇപ്പം അവളുടെ അച്ഛനൊരു പാവേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാവേനെ രണ്ടിനെയും കാല് കൂട്ടി വെച്ചിട്ട് ലച്ചു പറയുന്നത് സമം നിന്നു. പിന്നെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് സാധാരണ കുട്ടികൾ ഇത് 3 അല്ലെങ്കിൽ 3 എന്നൊക്കെയല്ലേ പറയാ, ലച്ചുവിന് ഇത് തൃശ്ശൂലാണ്. അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ ഇപ്പൊ അമ്മൻ ലച്ചുവിന്റെ അനിയനാണ്, 1 വയസ്സ് വ്യത്യാസമാണ് രണ്ടാളും. അപ്പൊ വാ അമ്മൻകുട്ട നമുക്ക് ഞാനിത് ചൊല്ലി തരാം. ഫുള്ള് ഡാൻസ് റിലേറ്റഡ് പാട്ട് വേർഡ്സ് ആണ് ലച്ചുവിന് ഫുള്ള് വരണത്. അപ്പൊ നമുക്കത് അറിയാം. എന്തായാലും ബ്ലഡിൽ അലിഞ്ഞങ്ങ് ചേർന്നേക്കാണ്. ഇപ്പൊ എപ്പോഴായാലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒക്കെ ഡാൻസിന്റെ ഓരോ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് നല്ല സെറ്റ് ആണല്ലേ? ഇവർ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് കളികൾ എങ്ങനെയാ? ഡാൻസ് പാട്ടൊക്കെ ആണോ? എല്ലാം ഉണ്ട്. പക്ഷെ അമ്മുകുട്ടിന് ലച്ചുനേക്കാളും ചെറുതാണ്, 1 വയസ്സ് താഴെയാണ്. ഇവിടെ വണ്ടിയുടെ ആശാനാണ്. അപ്പൊ ലച്ചു ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇവ അവിടെ വണ്ടി ഓടിക്കും. JCB, ഹിറ്റാച്ചി അതൊക്കെ ഓടിക്കലാണ് പണി. ഒരാള് ഡാൻസ് ആണെങ്കിൽ ഒരാള് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ കളികളൊക്കെ. അപ്പൊ ലച്ചുകുട്ടി എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ലച്ചുവിന്റെ പാട്ടിലും ഡാൻസിലൊക്കെ. ആരാ പാട്ട് പഠിപ്പിച്ചു തരുന്നേ ലച്ചുന്? മുത്തശ്ശി. ഡാൻസ് ആരാ പഠിപ്പിച്ചു തരാ? അമ്മ. അപ്പോൾ ലച്ചുകുട്ടി ഡാൻസും പാട്ടൊക്കെ ആയിട്ട് വേറൊരു ലോകത്താണ്. വെറും 3 വയസ്സിലാണ് ഈ വലിയ വലിയ നേട്ടങ്ങൾ ലച്ചു നേടിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് നമ്മൾക്ക് എത്ര അതിശയം തോന്നുന്നു, അതുപോലെ തന്നെ ഫാമിലിയും ഒരുപാട് അത്ഭുതവും അതിശയവും സന്തോഷത്തിലൊക്കെയാണ്. നമുക്കും ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. കാരണം ഈ ഒരു ചെറു പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുമ്പോൾ മറ്റു കുട്ടികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ലച്ചുവിൻ്റെ ലോകം അത് ഡാൻസും പാട്ടും കലയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നാട്ടിലെ താരത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് വ്യത്യസ്തയായ ഒരു കൊച്ചു താരത്തെയാണ്, ലക്ഷ്മിക്കുട്ടിയാണ്. ലക്ഷ്മിയുടെ വിശേഷങ്ങളാണ്, ലക്ഷ്മിയുടെ ഫാമിലിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു താരത്തെ കണ്ടുമുട്ടാം.